ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തെ ന്യായീകരിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി. UN ചാപ്റ്റർ ആർട്ടിക്കിൾ 51 പ്രകാരം സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമാണ് തങ്ങൾ ഉപയോഗപ്പെടുത്തിയത് എന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഒന്നുകിൽ ഇസ്രായേൽ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലെങ്കിൽ കൂടുതൽ വിനാശകരമായ ആക്രമണങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കുക. 200-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. തങ്ങൾ ഇപ്പോൾ നടത്തിയ ആക്രമണം മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുകളും എയർബേസുകളും മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു എന്നും ഇറാൻ പറഞ്ഞു. കഴിഞ്ഞ 2 മാസക്കാലം ഇറാൻ സംയമനം പാലിക്കുകയായിരുന്നു എന്നും അർഗാച്ചി കൂട്ടിച്ചേർത്തു. ഗാസയിലെയും ലബനാനിലെയും മനുഷ്യക്കുരുതിക്കുള്ള തിരിച്ചടി കൂടിയാണിത്. തങ്ങൾ സംയമനം പാലിച്ചത് ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരാനുള്ള അവസരം നൽകുന്നതിനാണ്. തങ്ങൾ തൽക്കാലം ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നും ഇതിന് ഇസ്രായേൽ റെജീം പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചാൽ മറുപടി കൂടുതൽ കാഠിന്യമേറിയതും ശക്തവുമായിരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഈ ആക്രമണത്തിലൂടെ ടാർഗറ്റ് ചെയ്തത് നവാത്തിം, ടെൽനോഫ് എയർബേസുകളും ടെൽ അവീവിലുള്ള മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സുമാണ്. ജിയോ ലൊക്കേറ്റഡ് വീഡിയോയുടെ സഹായത്തോടെ CNN അനാലിസിസ് വെളിപ്പെടുത്തുന്നത് മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സ്, നവാത്തിം, ടെൽനോഫ് എയർബേസുകൾക്ക് മുകളിലോ അതിന് തൊട്ടടുത്തോ മിസൈലുകൾ പതിച്ചു എന്നാണ്. അതേസമയം ആക്രമണത്തിന് ഗ്രീൻ സിഗ്നൽ നൽകിയത് റഷ്യ ആണോ എന്ന് സംശയിക്കേണ്ടി വരും. തിങ്കളാഴ്ച റഷ്യൻ പ്രധാനമന്ത്രി മിഖൈൽ മിഷുസ്റ്റിൻ തെഹ്റാനിലെത്തി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനുശേഷം ചൊവ്വാഴ്ചയാണ് ഇസ്രയേലിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഇസ്രയേലിന് തങ്ങൾ നടത്തിയത് ചെറുതും കാഠിന്യം കുറഞ്ഞതുമായ ആക്രമണമാണെന്നും തിരിച്ചടിക്ക് ശ്രമിച്ചാൽ കൂടുതൽ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി.